നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് എന്താണ് ആഗ്രഹിക്കുന്നത്, അവർ ഈ റിലേഷൻഷിപ്പിൽ എന്തുദ്ദേശിച്ചിട്ടാണ് നിൽക്കുന്നത്, ഈ റിലേഷൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് റീഡിങ് കാണാം കേട്ടോ. അപ്പോൾ പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Knight of Wands ആണ്. The World, Ace of Cups, the Moon, the Devil, Temperance, the Tower, Nine of Swords, Page of Swords, Three of Cups, Four of Swords, Seven of Swords, Four of Wands. ഇവിടെ മുകളിൽ വന്നിട്ടുള്ളത് സോൾമേറ്റ് കാർഡാണ്. ഈ ഒരു കാർഡാണ് കേട്ടോ. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു കാർമിക് സോൾമേറ്റ് ആണ് നിങ്ങളുടെ. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളുടെ ഒരു കാർമിക് സോൾമേറ്റ് ആണെന്നാണ് കാണിക്കുന്നത്. അവരിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങൾക്ക് എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ നയൻ ഓഫ് സോഴ്സ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പെയിൻ ആണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനിടയ്ക്ക് സന്തോഷം നിങ്ങൾക്ക് തോന്നും എന്നുണ്ടെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ഈ പേഴ്സണോട് നിങ്ങൾക്കുള്ള ഈ ഒരു സ്നേഹം, ഏസ് ഓഫ് കപ്സ് എനർജി, ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം, ആ ഒരു കണക്ഷൻ, ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഇത്രയും പെയിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും ചില സമയത്ത് നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അത്ര സ്ട്രെസ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങോ എന്തെങ്കിലും എടുത്താലോ എന്ന് വരെ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അത്രയും നിങ്ങൾ ഒരു നിങ്ങളുടെ മനസ്സിനെ കൂളാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഈ റിലേഷനിൽ നിന്ന് മാറിയാലോ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഈ ഒരു ഇമോഷണലി ഉള്ള ബോണ്ടിങ് കാരണം നിങ്ങൾക്ക് ഇതിലൊരു അത്രയും നിങ്ങൾ അഡിക്റ്റഡ് ആണ് ഈ പേഴ്സണിൽ എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് അവരെങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഈ റിലേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി തോന്നുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഈ ഒരു കാർമിക് സോൾമേറ്റ് കണക്ഷൻ്റെ ഒരു കണക്ഷൻ്റെ ഒരു ഇതാണത്, അതായത് ഒരു പ്രത്യേകതയാണത്. കാരണം ഈ ഒരു കാർമിക് സോൾമേറ്റ് കണക്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലെ നിങ്ങളുടെ കർമ്മ നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പേഴ്സൺ നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണക്ഷനിൽ നിന്ന് പുറത്ത് പോകണം എന്ന് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പോൾ നമ്മളത് എൻഡ് ചെയ്ത് പോകും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എൻഡ് ചെയ്ത് പോകാൻ തോന്നുന്നില്ല. നിങ്ങൾ ആ പെയിൻ അനുഭവിക്കാനും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനും നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം എങ്കിലേ നിങ്ങൾ അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്, ഈ സോൾമേറ്റ് കണക്ഷൻ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ ഒരു ഡെപ്ത് കൊണ്ട് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ വയ്യ. അതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട കർമ്മ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അവർ നിങ്ങളെ കർമ്മ നിങ്ങൾക്ക് തന്നുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറ്റൊരു പേഴ്സണാണ്, നിങ്ങളുമായിട്ടൊരു സോൾമേറ്റ് കണക്ഷനൊന്നും ഇല്ല, വേറൊരു പേഴ്സണാണ് നിങ്ങളിങ്ങനെ കാർമികമായിട്ട് ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു റിലേഷൻ കട്ട് ചെയ്ത് പോകും. പക്ഷേ ഈ ഒരു കണക്ഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ കണക്ഷനിൽ തന്നെ നിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാവുക.
അപ്പോൾ ആ ഒരു ഇമോഷണൽ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പോവും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ഇത്രയും വലിയ, അതായത് ടവർ കാർഡൊക്കെ കാണിക്കുന്നത് അത്രയും വലിയ ഇഷ്യൂസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മാനസികമായിട്ട് നിങ്ങൾ തകരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ പേഴ്സൺ ആണെങ്കിൽ ഒരു ഡബിൾ എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണ്. നിങ്ങളെ വേദനിപ്പിച്ചാലും അവർക്ക് അതിലൊരു പ്രത്യേകിച്ച് ഒരു മനസ്സിന് ചിലപ്പോൾ നിങ്ങളോടൊരു സോറിയൊക്കെ പറയായിരിക്കും എന്നുണ്ടെങ്കിലും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഇവരൊരിക്കലും ശ്രമിക്കുന്നില്ല. അവർ വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുന്നു, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നു, നിങ്ങളെ മാനസികമായിട്ടൊരു സംഘർഷത്തിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. അതാണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്ന് പുറത്തു പോകാനും വയ്യ. അങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷൻ യൂണിവേഴ്സ് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മുൻ പാസ്റ്റ് ലൈഫിലെ നിങ്ങളുടെ ഈ ഒരു കർമ്മ ക്ലിയർ ചെയ്യാൻ നിങ്ങൾ ഇതിൽ നിൽക്കണം. നിങ്ങൾ ഇങ്ങനെയുള്ള റിലേഷൻ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോഴേ ഈ കർമ്മ നിങ്ങൾ അനുഭവിച്ച് തീരുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിലേഷനിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി തോന്നുന്നതും നിങ്ങൾക്ക് അതിന് പുറത്ത് കടക്കാനേ പറ്റാത്തതും. ഇവിടെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലാണ്. ഇവിടെ എപ്പോഴും നിങ്ങൾക്ക് പെയിനാണ്. ചില സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടെൻഷൻ കാരണം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാറുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ റിലേഷൻ എനിക്ക് മടുത്തു, എനിക്കിതിന്ന് പുറത്തു പോയേ പറ്റൂ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. കാരണം വീണ്ടും നിങ്ങൾക്ക് ആ ഒരു സ്നേഹം തോന്നും, നിങ്ങൾ അവിടെ തന്നെ നിൽക്കും. അങ്ങനെയാണ് ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അത്രയും വേദനയിലും ദുഃഖത്തിലും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ചില സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർ വരും. അവർക്ക് ചില സമയത്ത് അവർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വേറെ കാര്യങ്ങൾക്ക് പോകും. അപ്പോഴും നിങ്ങൾ വിഷമിക്കും. അതുപോലെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നത് നിങ്ങളെ ഇങ്ങോട്ട് ഇവർ അതായത് നിങ്ങളെ പ്രതി ചേർക്കും. അതായത് നിങ്ങളാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ നിങ്ങളെ അവർ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് നിങ്ങൾ ഈ റിലേഷനിൽ നേരിടുന്നത് എന്നുള്ളത് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അത്രയും നിങ്ങൾ ഡൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മുന്നോട്ട് പോകണം എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഇമോഷൻസ് നിങ്ങൾ ബാലൻസിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഈ റിലേഷനിൽ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പഴയ കാലത്തോട്ട്, അതായത് നിങ്ങളും ഈ ഒരു പേഴ്സൺ തമ്മിലുള്ള സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇവർ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് പലപ്പോഴും നിങ്ങൾ ഈ റിലേഷനിൽ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു നിങ്ങൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരണം. ഈ ഒരു ബാലൻസിലോട്ട് നിങ്ങൾ വന്നാൽ മാത്രമേ ഈ ഒരു ചേഞ്ച്, ദ വേൾഡ് കാർഡ് കാണിക്കുന്ന ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു ചേഞ്ച് വന്നിട്ട് 4 ഓഫ് വാൻസ് എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു കർമ്മ ക്ലിയറൻസ് നടക്കും. അതായത് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ബാലൻസോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ കർമ്മ ക്ലിയറൻസ് നടക്കും. അങ്ങനെ കർമ്മ ക്ലിയറൻസ് നടന്നതിന് ശേഷം ഈ ഒരു പേഴ്സണുമായിട്ട്, അതായത് കർമ്മ ക്ലിയറൻസ് നടന്നാൽ നിങ്ങൾക്ക് ഈ ഒരു കാർമികമായിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇതുവരെ കാണിക്കുന്ന ആ ഒരു കാർമികമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ മാറി അവരുടെ പേഴ്സണാലിറ്റിയിലൊക്കെ കുറേ ചേഞ്ചസ് വരും. അപ്പോൾ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ്, ഒരു റീയൂണിയൻ, ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരു ലെവലിലോട്ട് ഇവിടെ 3 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നത് ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ, അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരു പാർട്ടിയൊക്കെ നടത്തുന്ന രീതിയിലുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും അവരും ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുകയും ഈ റിലേഷൻ വേണമെന്നുള്ള രീതിയിൽ ഈ റിലേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ സ്റ്റേൺ ആയിട്ട് വേണം ഈ റിലേഷനിൽ നിൽക്കാൻ. നിങ്ങളൊരു അഡിക്റ്റ് ആയിട്ട് നിൽക്കരുത്. നിങ്ങൾ ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ, അതായത് അവർ നിങ്ങളെ ഇങ്ങോട്ട് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ തിരിച്ചും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒരു ഇരയെ പോലെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിന്ന് കൊടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസിലോട്ട് കൊണ്ടുവരണം. നിങ്ങളിപ്പോൾ വീക്കായിട്ട് ഇരിക്കരുത്. ആ വീക്ക്നെസ്സിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പുറത്ത് വന്ന് നിങ്ങൾ ഇവരോട് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കർമ്മ ക്ലിയറൻസ് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു കർമ്മ ക്ലിയറൻസ് നടന്നിട്ട് നിങ്ങളുടെ റിലേഷൻ നല്ല ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് ഒരു മാറ്റം നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് നോക്കാം കേട്ടോ.
കാർമിക് ബാറ്റിൽ എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് കാണുന്നത്. കാർമിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതിന്റെ സ്ട്രഗിളിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ കർമ്മ ക്ലിയറൻസ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നിങ്ങൾ അത് ക്ലിയർ ചെയ്യണം. അപ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ചസ് വരുള്ളൂ. ഓക്കെ, ഫോർഗീവ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് ക്ഷമിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ക്ഷമ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസിലോട്ട് കൊണ്ടുവന്ന് നിങ്ങൾ കർമ്മ ക്ലിയറൻസ് ഒക്കെ ചെയ്ത് ഇവരോട് ക്ഷമിച്ച് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ സ്വീകരിക്കുക. അത് നിങ്ങളുടെ ഒരു തീരുമാനത്തിനനുസരിച്ചാണ്. നിങ്ങൾക്ക് ഈ റിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരോട് ക്ഷമിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് കേട്ടോ. മൈ വേൾഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലോകം തന്നെ നിങ്ങളാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അത് ഇവർ ഇൻറ്റൻഷ്യലി ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പെയിൻ ഇവർ തന്നുകൊണ്ടിരിക്കും. അത് യൂണിവേഴ്സിൻ്റെ ഒരു കർമ്മയാണ്. നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ മറ്റൊരാളെ വേദനിപ്പിച്ചതിൻ്റെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അഫ്രൈഡ് എന്നാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇവരെ കംപ്ലീറ്റ്ലി വിട്ടുപോയി എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. ആ പേടി കൊണ്ടും അവർ നിങ്ങളെ പലപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ. സർപ്രൈസ് എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാറി നിൽക്കുകയാണെങ്കിൽ ഒരു സർപ്രൈസ് ആയിട്ട് അവരുടെ ഒരു എൻട്രി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം. ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ വരും. അതായത് നിങ്ങൾ കർമ്മ ക്ലിയറൻസ് ഒക്കെ നടത്തിയാൽ, ആ ഒരു കർമ്മ ക്ലിയറൻസ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നിങ്ങൾ നല്ല ഒരു നിങ്ങളുടെ ഇമോഷൻസ് സ്റ്റേബിൾ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യം, ഓപ്പർച്യൂണിറ്റീസ് വരും എന്നാണ് കാണിക്കുന്നത്. മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ് എന്നുള്ളതാണ്. നിങ്ങൾ കർമ്മ ക്ലിയറൻസ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങളുടെ പേഴ്സണലിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കർമ്മ ക്ലിയറൻസ് നടക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് ഇവിടെ. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ അല്ലാതെ, അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ റിലേഷൻ തന്നെ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻ ബെറ്റർ ആവും. അതിലൊരു ചേഞ്ചസ് ഒക്കെ വരും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. മാർച്ച്, ആയില്യം, മെയ്, പൂയം, ചിത്തിര, ലെറ്റർ ഡി, ലെറ്റർ എൻ, 1987, പൂരുട്ടാതി, 2000, 1997, ലെറ്റർ ജെ, ലെറ്റർ എ, ലെറ്റർ ഒ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.